വിഭാഗീയത തെരുവിലേക്ക് എത്തിച്ച് പാർട്ടിയെ നാണം കെടുത്തിയ കരുനാഗപ്പള്ളിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല നേതൃത്വം. വിഭാഗീയതയ്ക്ക് നേതൃത്വം നൽകുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന മുന്നറിയിപ്പ് കൂടിയായിരുന്നു ജില്ലാ കമ്മിറ്റിയിലെ വെട്ടിനിരത്തൽ. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PR വസന്തൻ, PK ബാലചന്ദ്രൻ, C രാധാമണി, B ഗോപൻ എന്നിവരെയാണ് ഒഴിവാക്കിയത്. മാസങ്ങൾക്ക് മുമ്പ് ജില്ലാ കമ്മിറ്റി അംഗമായ B ഗോപനെ നിലനിർത്തണം എന്ന ആവശ്യം ഉയർന്നെങ്കിലും അത് തെറ്റായ സന്ദേശം നൽകുമെന്ന അഭിപ്രായത്തെ തുടർന്ന് അദ്ദേഹത്തെ ഒഴിവാക്കുകയായിരുന്നു. ഇതോടെ DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ PR വസന്തൻ അടക്കമുള്ളവർ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ ഒതുങ്ങി. എസ് സുദേവനെ മാറ്റി പുതിയൊരാളെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് രാവിലെ ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗത്തിൽ അഭിപ്രായമുയർന്നു. സംസ്ഥാന സമ്മേളനം നടക്കുന്ന ജില്ലയിൽ സെക്രട്ടറിയെ മാറ്റിയാൽ അത് മോശം ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരു വിഭാഗം നിലപാടെടുത്തു. ഇതോടെ എസ് സുദേവൻ CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 2 ഒഴിവുകൾ പൂർത്തീകരിക്കാതെ 44 സഖാക്കളെ ഐകകണ്ഠേന ജില്ലാ സമ്മേളനം തിരഞ്ഞെടുക്കുകയും സംസ്ഥാന സമ്മേളനത്തിലേക്ക് 36 പ്രതിനിധികളെ ഐകകണ്ഠേന സമ്മേളനം തിരഞ്ഞെടുക്കുകയും ചെയ്തു. 9 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ 4 പേരെ പുതുതായി ഉൾപ്പെടുത്തി. DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ, SFI ദേശീയ ജോയിന്റ് സെക്രട്ടറി ആദർശം സജി, കൊല്ലം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ഗീതാകുമാരി, അഡ്വക്കേറ്റ് V സുമലാൽ എന്നിവരാണ് ജില്ലാ കമ്മിറ്റിയിലെ പുതുമുഖങ്ങൾ. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കൊട്ടാരക്കര മുൻ MLA ഐഷാപുരിയുടെ ആവശ്യം സമ്മേളനം അംഗീകരിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരോട് വിട്ടുവീഴ്ചയില്ല എന്നതിന് തെളിവാണ് കരുനാഗപ്പള്ളിയിലെ നടപടിയെന്ന് മറുപടി പ്രസംഗത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കരുനാഗപ്പള്ളിയിലുണ്ടായ CPM വിഭാഗീയത സംസ്ഥാന തലത്തിലേക്ക് പടരാതിരിക്കുക, അതിനുള്ള മുൻകരുതൽ കൂടിയാണ് പാർട്ടി നടപടി. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.